നവീൻ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതല്ലേ? അപ്പൊ പിന്നെ വഴി ഏതെന്ന് നല്ല ധാരണ ഉണ്ടാവില്ലേ? എടോ, ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് പോലും കോടമഞ്ഞ് ഇരുട്ടും വീണാലേ വഴി തെറ്റും. പിന്നെയാണോ എനിക്ക്? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മളെ പോലെ പെട്ടുപോയവരാരെങ്കിലും ഈ കാടിനകത്തുണ്ടാവും. അതിന് തന്നെ പോലെ വേറെ ആർക്കും ഭ്രാന്തില്ലല്ലോ. എടോ, തേനെടുക്കാൻ വന്നവർ കാണും, വിറകെടുക്കാൻ വന്നവർ കാണും. അവരാരെ കണ്ടാലും നമുക്ക് കൂടെ കൂട്ടാം, പുറത്തേക്കുള്ള വഴിയും ചോദിക്കാം. ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഒന്ന് വിളിക്കായിരുന്നു. ഇവിടെയല്ല, ഏത് കൊടുങ്കാട്ടിൽ പെട്ടാലും മമ്മിക്കൊരു ഫോൺ കോൾ ചെയ്താൽ മതി. മമ്മി നമ്മളെ രക്ഷിച്ചിരിക്കും. ഇതിനകത്തേക്ക് പറന്നു വരാൻ മമ്മി എന്താ ഡിങ്കനാ? എടോ, മനുഷ്യരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇക്കാലത്ത് നമ്മളെല്ലാം നിൽക്കുന്നത് ഒരു വിരൽ തുമ്പില്, ഫോണിൽ തൊടാനുള്ള വിരലിന്റെ തുമ്പില്. എന്തെങ്കിലും കാരണവശാല് ഫോണിന്റെ റേഞ്ച് ഒന്ന് നഷ്ടപ്പെട്ട പിന്നെ നമ്മളും ഈ കാടിനകത്തുള്ളവരൊക്കെ ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. എനിക്ക് വിശക്കുന്നു. എടോ, ഈ കാടിനകത്ത് എന്ത് കഴിക്കാൻ കിട്ടുന്നു എനിക്കറിയില്ല. പണ്ട് ചില ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട്, കാട്ടുപഴങ്ങളൊക്കെ തേടി പിടിച്ച് കഴിച്ചവരെ കുറിച്ച്. അങ്ങനെ ഒരുപാട് പേര് ചത്തും പോയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് വിശക്കുന്നു. എടോ, അങ്ങോട്ടും നോക്കി. ഒരു തീയുടെ വെളിച്ചമല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസർമാരും എല്ലാം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം. വല്ല കൊള്ളക്കാരും ആണെങ്കിലോ? എടോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഓ ശരി ശരി, താങ്കൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പോസിറ്റിവിറ്റി കൊണ്ടാണല്ലോ ഈ കാടിനകത്ത് ഇങ്ങനെ കുടുങ്ങിപ്പോയത്. നടക്കണം മിസ്റ്റർ.